മുതലപ്പുഴയിൽ ഉപരോധം തുടരുന്നു. മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന ഉപരോധ സമരം 4 മണിക്കൂർ പിന്നിടുന്നു. മുതലപ്പുഴയിലെ അശാസ്ത്രീയ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, ഇപ്പോൾ അവിടെ ഉപരോധം നടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 4 മണിക്കൂർ നേരമായി മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശ റോഡ് ഉപരോധിക്കുകയാണ്. ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയത, അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കാത്തതുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മത്സ്യത്തൊഴിലാളികൾ ഹാർബർ എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചത്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഉപരോധ സമയത്ത് ഇത്തരത്തിൽ ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിന്റെ ഈ ഗ്ലാസുകൾ, ജനൽ ഗ്ലാസുകൾ തല്ലി തകർത്തു. ആ സംഭവത്തിൽ ചാന്നാങ്കര സ്വദേശി മുജീബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ, കണ്ണൂരിൽ നിന്നും എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ കഴിഞ്ഞ 14 ദിവസമായിട്ട് ആകെ പ്രവർത്തിച്ചത് 10 മണിക്കൂറാണ്. അതിലാകെ 2 മണിക്കൂർ മാത്രമാണ് ഡ്രഡ്ജറിന് മുതലപ്പുഴയിലെ അഴിമുഖത്തിൽ നിന്നും മണൽ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചെറിയ ഡ്രഡ്ജറുകളും കാര്യക്ഷമമായിട്ട് മണൽ നീക്കം ചെയ്യുന്നില്ല എന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചിരുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ഡ്രഡ്ജർ എത്തിച്ചിട്ടും മുതലപ്പുഴ പഴയ രീതിയിൽ തന്നെ മണൽ മൂടുന്ന ഒരു അവസ്ഥ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസം കൂടി, അടുത്ത 2 ദിവസത്തിനുള്ളിൽ മുതലപ്പുഴ പഴയതുപോലെ പൂർണ്ണമായി മൂടപ്പെടും. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഇത്തരത്തിൽ മുതലപ്പുഴ പൂർണ്ണമായിട്ട് മൂടുകയും പിന്നീട് 25-ാം തീയതി പൊഴി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് മുതലപ്പുഴയിലെ മണൽ നീക്കം ചെയ്യാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനോ അതോടൊപ്പം തന്നെ സർക്കാരിനോ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുതലപ്പുഴയിലെ മണൽ മൂടിയതിനൊപ്പം തന്നെ ചെറിയൊരു ഭാഗത്ത് പൊഴി മുറിച്ചിരുന്നു. ഈ ഭാഗത്തു കൂടിയായിരുന്നു വലിയ വള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ഒക്കെ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ കടലിലേക്ക് ഇറങ്ങുന്ന വള്ളങ്ങൾ പതിവായി ഈ മേഖലയിൽ അപകടത്തിൽപ്പെടുന്നുണ്ടായിരുന്നു. ഇത് പലതവണ ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഡ്രഡ്ജിംഗ് നടക്കാതെ വന്നതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് പ്രതിഷേധം തുടരുന്നുണ്ട്. ഹാർബർ എഞ്ചിനീയർ എന്ന ഓഫീസിൽ വരാത്തതും പ്രതിഷേധത്തിന് മറ്റൊരു കാരണമായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ കടന്നിട്ടുള്ളത്. ഇത് അടിയന്തരമായി തന്നെ ഇത്തരത്തിൽ ഡ്രഡ്ജ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടും ഈ ഡ്രഡ്ജിൽ നിന്നും വെള്ളമല്ലാതെ മണൽ മാത്രം പുറത്തു വരുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഈ മേഖലയിലേക്ക് പ്രതിഷേധ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസിനെ എത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണവും പുതിയ ഹാർബർ നിർമ്മിക്കുന്നതും അതിനുവേണ്ടി അതോടൊപ്പം തന്നെ പുലിമുട്ടിന്റെ നീളം കൂട്ടുന്നതുമായിട്ടുള്ള ആവശ്യങ്ങൾ. ഇതൊന്നും സർക്കാർ പരിഗണിച്ചിരുന്നില്ല. ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ല് കൊണ്ടുപോകാനായിട്ടായിരുന്നു പുലിമുട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചുമായി നീക്കിയത്. എന്നിരുന്നാലും ഈ പൊളിച്ചു നീക്കിയ ഭാഗത്ത് വഴിയാണ് ഇപ്പോൾ മണ്ണ് ഈ തീരത്തിനകത്തേക്ക് കയറുന്നത്. ഈ ഭാഗം പൂർണ്ണമായിട്ടും നിർമ്മിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടും ഈ സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ ഹാർബർ എഞ്ചിനീയർ പോലും ഈ പ്രദേശത്ത് എത്തിയിരുന്നില്ല. ഡ്രഡ്ജിംഗ് നടത്താനായിട്ടുള്ള ഡ്രഡ്ജർ പൂർണ്ണമായിട്ടും പണിമുടക്കി. അതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത്. ദേവിക.